السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വിശുദ്ധമായ ഹജ്ജിൻ്റെ സമയമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട വല്ലതും നാം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്തു നോക്കാം. യഥാർത്ഥത്തിൽ നാം സ്വപ്നം കാണുന്നത് എന്താണോ അത് തന്നെ യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല. അതേസമയത്ത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, അതുപോലെ അമ്പിയാക്കൾ, ഇവർക്ക് ആ സ്വപ്നം പലപ്പോഴും അതുപോലെ തന്നെ യാഥാർത്ഥ്യമായി തീരുകയാണ് ഉണ്ടാവാറുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായി ഉറക്കമില്ല. അള്ളാഹു എന്നുള്ള ചിന്തയിൽ മാത്രം ലയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. നാം ആ ഒരു അവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ട് നാം എന്താണോ സ്വപ്നം കാണുന്നത് ചിലപ്പോൾ അത് തന്നെ പ്രതിഫലിക്കണമെന്നില്ല. ഒരുപക്ഷെ നാം കാണുന്നത് മറ്റുള്ളവരിലും പ്രതിഫലിച്ചേക്കാം. എന്നാൽ ഒരാൾ തെൽബിയത്ത് ചൊല്ലുന്നതാണ് സ്വപ്നം കാണുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, ഇന്നൽ ഹംദ വൽ മുൽക വന്നിഅമത ലാ ശരീക ലക ലബ്ബൈക്ക്. ഇങ്ങനെ തെൽബിയത്ത് ചൊല്ലുന്നത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മഹത്തുക്കൾ ഉദ്ധരിക്കുന്നത് പരാതികൾ അധികാരികളിലേക്ക് സമർപ്പിക്കപ്പെടുകയും ഉടനടി പരിഹാരമുണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ്. തൽബിയത്ത് എല്ലാം മറന്നുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് നമ്മളെ സമർപ്പിക്കലാണല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് നാം സമർപ്പിക്കുകയും പരിഹാരം ലഭിക്കാതിരിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം ലഭിക്കാൻ അതേക്കുറിച്ച് നമ്മെ ത്വര്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ സ്വപ്നം എന്നാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം അവൻ വിശ്വസ്തനായി തീരുമെന്നുള്ളതാണ്. ഹജ്ജിന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവസ്വവും ഒഴിവാക്കി ഒരു വേള അവൻ തിരിച്ചു വരുമോ എന്ന് പോലും ചിന്തയില്ലാത്ത വിധം പൊരുത്തപ്പെടിച്ചുകൊണ്ടാണ് ഹജ്ജിന് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിശ്വസ്തനായിരിക്കും അവൻ. ഇങ്ങനെ സ്വപ്നം കണ്ടാൽ അത് അവൻ വിശ്വസ്തനായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണെന്ന് മഹത്തുക്കൾ പറയുന്നു. ഹജ്ജിൻ്റെ സമയത്താണ് ഈ സ്വപ്നം കാണുന്നത് എങ്കിൽ ഹജ്ജിന് അവന് അവസരമുണ്ടാകും എന്നുള്ളതിന് സൂചനയാണെന്നും ചില മഹത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകുകയും ഹജ്ജിന് പരിപൂർണമായി അവസരം നൽകുകയും ചെയ്യുമാറാവട്ടെ. ഹജ്ജിന് ഉദ്ദേശിച്ച ആളുകൾക്ക് മഖ്ബൂലും മബ്റൂറുമായി ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് തിരിച്ചു വരാൻ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു അവർക്ക് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.